ചിരിച്ചോ? എന്നെ കണ്ണു കാണിച്ച് ഇറക്കി വിട്ടേച്ച് പ്രിൻസിപ്പലിനോട് ഓതി കൊടുത്തില്ലേ? ഞാൻ ഇറക്കി വിട്ടതൊന്നുമല്ല, അവര് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? പിന്നെന്തിനാ അവിടെ തന്നെ ഇരുന്നേ? സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന് എന്നെ പുറത്താക്കാനല്ലേ? നിന്നെ ആരും പുറത്താക്കില്ല കുട്ടി. ഓ, പുറത്താക്കിയാൽ എനിക്കൊന്നുമില്ല. ഇതാണ് അവര് പറഞ്ഞ നിന്റെ തട്ടുത്തരവും തിമിരും. മോളെ, അവര് പറഞ്ഞത് നീ പുറം കാലി തൊഴിച്ച് കളയരുത്. അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത കറക്കവും കൂട്ടുകെട്ടും ഒക്കെ നിർത്തി നിന്റെ പാഠപുസ്തകമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വല്ല അവന്റെ ഇവന്റെ ഒക്കെ കൂടെ നടന്നാൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. ഞാൻ കണ്ട അവന്റെ ഇവന്റെ പുറകെ നടക്കുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ റോയിച്ചായന്റെ കൂടെയാണ് നടന്നത്. അതിന് നിങ്ങൾക്കെന്താ? എന്നാലേ നിന്റെ റോയ് ചായൻ ആളത്ര ശരിയല്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? പച്ച മാറി ചുവപ്പായി. അപകട സൂചന. ഇനി മുന്നോട്ട് പോയാൽ അപകടം സംഭവിക്കും, അല്ലേ മോളെ? അപകടം സംഭവിക്കില്ലേ? ചില അടയാളങ്ങൾ കണ്ടാൽ അനുസരിക്കണം. What nonsense! എന്താ മിസ്റ്റർ? യു ഷുഡ് ഹാവ് സം മാനേഴ്സ്. സ്ത്രീകളോടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. അയ്യോ, ഇതാര്? ഐ എം സോറി. ഹായ്. അന്നൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ പെർഫോമൻസ് മനോഹരമായിരുന്നു. റിയലി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. എനിക്ക് മീറ്റ് ചെയ്യണം. ഹലോ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പേര് പറഞ്ഞില്ല. പറഞ്ഞോളൂ. അല്ല, എന്റെ പേരല്ല. ഞാൻ ചോദിച്ചത്. ഓ, എന്റെ പേര് അങ്കിൾ ബൺ. ബൺ? ഓ, ക്യൂട്ട്. യെസ്, ബൺ ബൺ ബൺ. അങ്കിൾ ബൺ. അങ്കിൾ ബൺ. ആന്റിയുടെ പേരെന്താ പറയൂ? ഗീത. ഗീത കൃഷ്ണൻ. ഓ, നിങ്ങളുടെ പേരെന്താ? മരിയ. ആശേ, ചോദിച്ചായപ്പോ
ശരി. ചോദിച്ചായോ ഞാൻ ആശയുടെ ആരാണെന്നറിയാമോ? കാര്യം ചോദിക്കുമ്പോ കൊഞ്ഞനെ കാണിക്കുന്നതാ. എടാ ഞാൻ അവളുടെ അങ്കിളാ, ചാർലി ചാക്കോ. നിന്റെ പരിപ്പ് എന്റെ വീട്ടിലിട്ട് വേവിക്കാൻ നോക്കരുത്, വേവത്തില്ല, മനസ്സിലായോ? ആശേ ആശേ, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പോക്ക് ശരിയല്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? എന്ത് കഷ്ടമാ! എപ്പോ നോക്കിയാലും പുറകെ നടന്നോണ്ട് മനുഷ്യന്. ആയമേ, എന്തു വേണം? ഈ എണ്ണ എല്ലാം കൂടെ ഇങ്ങനെ തീർത്താലോ? ചെലവാ. ദേ എന്നെ ഭരിക്കാൻ വരില്ലേ? നിന്റെ മമ്മി പോലെ എന്നോട് ഇങ്ങനെ പറയില്ല. നീ ആരെ ഈ തോപ്പിക്കുന്നത്? എലിയെ തോപ്പിക്കാൻ ഇല്ലത്തിന് തീ കൊടുത്ത? തള്ളേ, ഈ പൈപ്പ് അങ്ങ് നിർത്തിക്കേ, വെള്ളം പോണ കണ്ടില്ലേ? നിലത്ത് നിന്ന് വളരും മോളെ, അങ്ങനെ പൊങ്ങാതെ ഉച്ചിടിക്കും. ഓ എന്തൊരു പെണ്ണിത്! എന്താടി മുതുക്കി പറഞ്ഞു? ഈശോ, എന്റെ അമ്മച്ചി, അയ്യോ ഈശോ! എന്താ ആശ, നിനക്ക് ഭ്രാന്തുണ്ടോ? എന്തൊരു മനുഷ്യനാ! നടക്കുന്നു വെറുതെ പുറകെ, സ്വയമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. ശല്യം കേറി വന്നിരിക്കുന്നു. ഞാൻ പോകുന്നു. ആയമ്മ പോകുന്നെന്ന് നീ ഒന്ന് വിളിക്കേ. ഇല്ല, ഞാൻ വിളിക്കില്ല. നീ ഒരു കാര്യം മറക്കരുത് കുട്ടി. 14 വർഷം എന്റെ കൈ കൊണ്ട് നിനക്ക് പാല് തന്നു. ആ പാലാണ് നീ എന്റെ മുഖത്തൊഴിച്ചത്. ആയമ്മയ്ക്ക് 14 വർഷത്തിന്റെ പ്രതിഫലം നീ തന്നു. ചാർലി, ഞാൻ പോകുന്നു. ആയമേ നിക്ക, ആയമേ, ആയമേ, ആശേ, ആയമേ, ആശേ, നീ വിളിക്കുമോളെ. മോളെ, നീ നന്നാവാൻ വേണ്ടിയാണെന്ന് കരുതിയാ മതി. എനിക്ക് നിന്നെ രക്ഷിക്കണം. എന്നെ നന്നാക്കാൻ നിങ്ങൾ ആരാ? ഓ, നന്നാക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ ആരാ രക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday, dear Rosie. Rosie, Rosie. Happy birthday, Rosie. റോസി, നിനക്ക് എന്താ പറ്റി റോസി? നിങ്ങളെ എനിക്കിഷ്ടമല്ല. എന്താ, പഴയ കാലത്തിലേക്ക് പോയോ? അതൊക്കെ ശരിയായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ? മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുമ്പോ അതിനുള്ള യോഗ്യത ഉണ്ടോന്ന് സ്വയം ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ എന്റെ ആരുമല്ല, ചെകുത്താനാ, ഡെവിൽ. എണീറ്റ് പോടി.
എന്താ പിന്നെ ആ കുട്ടിയെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. കൊള്ള, മറ്റുള്ളവരെ ചിരിപ്പിച്ച് സ്വയം വേദനിക്കുകയാണല്ലേ? പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും വേദനയും നൊമ്പരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു മുറിപ്പാട്, അതിന് ഇപ്പോഴും ചോര പൊടിയുന്നു. ചിരിക്കണ്ട. ഒരു വെള്ള തുണി കൊണ്ട് നിങ്ങളത് മറയ്ക്കാൻ ശ്രമിക്കുക. ആ തുണിയിൽ ചോരയുടെ നനവ് എനിക്ക് കാണാം. ഗീത ഇങ്ങനെ സാഹിത്യം പറയാതെ. ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. നിങ്ങളെ കൂടുതൽ കൂടുതൽ അറിയും തോറും ഒരുമിച്ച് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ വിഷമം? എന്നോട് പറയൂ. എന്നോട് പറയൂ ചാർലി.